പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമൃതായി ഒഴുകി വന്ന താരാട്ട് പാട്ടുകൾ, എന്നോ മറന്നിട്ട ബാല്യകാലത്തിൽ ഏലേലം കാറ്റിൻ്റെ കൈപിടിച്ച് ആദ്യമായി പാടാൻ ശ്രമിച്ച കണ്ണാന്തുമ്പി പാട്ടുകൾ, മഞ്ഞമന്താരം പൂത്തുലഞ്ഞ കൗമാരകാലത്ത് പറന്നകന്ന പൈങ്കിളിയെ ഓർത്തുപാടിയ 1000 കണ്ണുള്ള പാട്ടുകൾ, മൈലാഞ്ചിക്കുന്നിൽ സിന്ദൂരം തൂകിയ യൗവനകാലത്ത് ചൂളമടിച്ചു കറങ്ങി നടന്നു പാടിയ പാട്ടുകൾ, പിന്നെ ചീരപ്പൂവുകൾ കുമ്മ കൊടുത്തും കണ്ണാടി കൂടുകൂട്ടിയുമൊക്കെ ഒത്തിരി ഒത്തിരി സ്വപ്നം കാണിച്ച പാട്ടുകൾ. അത്രമേൽ മലയാളികളുടെ വികാരങ്ങളുമായി അലിഞ്ഞു ചേർന്ന കേരളത്തിൻ്റെ ശബ്ദമാണ് പത്മഭൂഷൺ KS ചിത്ര ചേച്ചിയുടേത്. ആ പാട്ടിൽ അലിയാത്ത ഒരു ഹൃദയവും കാലവുമില്ല. MG രാധാകൃഷ്ണൻ സാറിൻ്റെ കൈപിടിച്ച സിനിമ സംഗീത ലോകത്തെത്തി മലയാളിയുടെ കാതിൽ നിന്നും മനസ്സിലേക്ക് ആ ശബ്ദം കൂടുകൂടിയിരിക്കുന്നു. ഒരു തുളസിക്കതിർ പോലെ അതിൻ്റെ നൈർമല്യം അറിയാത്ത സംഗീത ആസ്വാദകരില്ല. പതിറ്റാണ്ടുകൾ പിന്നിട്ട ആ ശബ്ദം ഇന്ന് ഇന്ത്യൻ സംഗീതത്തിൻ്റെ തന്നെ ഒരു അടയാളമാണ്. വിവിധ ഭാഷകളിലായിട്ട് 25,000-ൽ പരം സിനിമാ ഗാനങ്ങളും അതിലുപരിയായി 7,000-8,000-ഓളം മറ്റു പാട്ടുകളും പാടി മലയാളികളെയും ഈ ഭൂലോകത്തെയും ആകെ അത്ഭുതപ്പെടുത്തിയ ഒരു മഹാത്ഭുതം ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു ചെറിയൊരു ഫംഗ്ഷന് വന്നിരിക്കുകയാണ്. ആദ്യമായി പുറത്തിറങ്ങിയ, ഇതെല്ലാം അറിവുള്ള കാര്യങ്ങളാണെങ്കിലും, ആദ്യമായി പുറത്തിറങ്ങിയ കുമ്മി എന്ന ചിത്രത്തിലെ ഗാനം 1979 ചിത്ര ചേച്ചി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് 84-ൽ അട്ടഹാസം എന്ന സിനിമയിൽ പാടിയ ചെല്ലം ചെല്ലം എന്ന പാട്ടാണ് തുടങ്ങി വന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും സ്വാഗത പ്രസംഗം ചെയ്യുന്ന എൻ്റെ ഒരു പ്രിവിലേജ് എന്ന നിലയിൽ എനിക്കൊരു പാട്ട് പറയാതെ വയ്യ. ഗുരുവായൂരോ മന കണ്ണനാമുന്നിക്ക് ചില നേരമുണ്ടൊരു കള്ളനാട്യം, നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും ഞാനറിഞ്ഞില്ലല്ലോ എന്ന നാട്യം, എന്നാലും ഞാനറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു പാലമത് ഒരു സമർപ്പിച്ച ചിത്ര ചേച്ചിയെയും ഈ പത്മഭൂഷൺ KS ചിത്ര ചേച്ചിയെയും ഈ യോഗത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പടു എന്ന ഈ ചിത്രത്തിലെ പാട്ടുകൾ ഇപ്പം നമ്മളെല്ലാവരും കേട്ടു. എല്ലാം നല്ല മെലഡി. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കുറച്ച് എന്താ പറയുക, കൂടുതലും മെലഡി കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു പാട്ടുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന് എൻ്റെ സൈഗാളിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എഴുതിയത് മുരളി നീലാംബരി, അദ്ദേഹത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പറഞ്ഞ മാതിരി TG രവി സാറുമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് അവസാനം എഴുതിയ ഒരു പാട്ട്, അത് ഞാൻ പാടണം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ എൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അത് പാടുമ്പോൾ ശ്രീജിത്ത് ഉണ്ടായിരുന്ന കൂടെ ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അമ്മയുടെ അവസാനത്തെ പാട്ടാണ്, അത് മരണത്തെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നൊരു മൂവിയിൽ പാടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു പാട്ട് എല്ലാവരിലും എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ
സൈഗാളിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല പരിചയമുള്ളൊരു സംഗീത സംവിധായകൻ്റെ ഛായ ഉണ്ടെന്നാണ്. നമ്മുടെ തമിഴിലെ ദേവാസാറിനെ കണ്ടിട്ടില്ലേ എല്ലാവരും? ദേവാസാറിൻ്റെ ഛായ തോന്നിയോ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം പാടി അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ വരട്ടെ, സക്സസ്ഫുൾ ആവട്ടെ. വടു വന്ന ഈ മൂവി ഒരു വമ്പിച്ച വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ബെസ്റ്റ് വിഷസും. സാഹിത്യ സംഗീത യാത്രയിൽ ഇങ്ങനെയുള്ള അസുലഭ മുഹൂർത്തങ്ങൾ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ്. അതിന് ഞാൻ മുരളിയോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇതിലൊരു ഭാഗമാകാനായിട്ട് ചെറിയ തോതെങ്കിലും പരോക്ഷമായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഇനിയും ഒട്ടനവധി സിനിമകളിൽ, ഒട്ടനവധി രംഗങ്ങളിൽ ഇതുപോലെ ഒരു സദസ്സ്, ഒരു വലിയ കരഘോഷങ്ങൾ മുഴങ്ങുന്ന രീതിയിൽ എത്തിച്ചേരാമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൂടാതെ സൈഗാൾ എന്ന ഒരു മഹാപ്രതിഭയെ സിനിമാ ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സിനിമയുടെ കൂടി പുണ്യമാണ്, സൈഗാളിൻ്റെ മാത്രമല്ല. അതിന് അവസരം നൽകിയ മുരളിക്ക്, നീലാംബരിക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി പറയാണ്. ഈ ഒരു വടുവിൻ്റെ സിനിമയുടെ പ്രവർത്തകർക്ക്, അതിൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് പൊയിൽക്കാവ്, അദ്ദേഹത്തിന് എല്ലാവർക്കും ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ എൻ്റെ മംഗളാശംസകൾ നേരുന്നു. വടു ഒരു വൻ വിജയമായിട്ട് തീരട്ടെ. ഈ കണ്ടിടത്തോളം ചെറിയ മണിത്തിരകളെ കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ ആ മഹാസിനിമ എന്തായാലും തീർച്ചയായിട്ടും നന്നാവും. എല്ലാവരും കാണുക. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. നന്ദി. ജയ് ഹിന്ദ്. നമസ്തേ. ഞാൻ സത്യം പറയാൻ വെച്ചാൽ ചിത്ര ചേച്ചി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. അതൊരു സത്യമാണ് കേട്ടോ. പിന്നത്തെ കാര്യം, ഈ സിനിമയുടെ എന്താ പറയുക, മനോജ് സാറായാലും മുരളി സാറായാലും എനിക്ക് ഇതിലൊരു വേഷമുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് ഞാൻ ചെന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തി പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ഒരു നല്ല ടീമിനോടൊപ്പം നല്ലൊരു ഭാഗമാവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം ഞാനിപ്പോൾ ഈ ഒരു വേദിയിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ട് അത് പറഞ്ഞു തീർക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഈ സിനിമയ്ക്കും ഇതിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, ഭാവുകങ്ങൾ, എല്ലാ നന്മകളും നേരുന്നു. കാരണം അത്ര സൂപ്പർ ടീമാണ്, അത്ര സൂപ്പർ ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്യാമായിരുന്നു. അത് സാറില്ല, ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ ശ്രീജിത്ത് പൊയിൽക്കാവിൽ
പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള മനോജ് ഗോവിന്ദൻ, മുരളി നീലാംബരി കോ പ്രൊഡ്യൂസേഴ്സ് അഭിനയിച്ചവർ. ഈ ഒരു തിയേറ്റർ ആരംഭിച്ചിട്ട് 1 വർഷമായിട്ടില്ല. 12-ലധികം സിനിമകളുടെ പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ നടന്നു കഴിഞ്ഞു. ഇനിയും അടുത്ത മാസവും ഇത്തരം പ്രോഗ്രാമുകളുണ്ട്. ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം വേദിയിൽ ചിത്രചേച്ചിയുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഗാനങ്ങൾ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് നന്ദനം എന്ന സിനിമയിലെ കൃഷ്ണ എന്ന് വിളിക്കുന്ന ആ ഗാനം. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. അങ്ങനെ വിളിച്ചാൽ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഏത് ദൈവമാണെങ്കിലും ഇറങ്ങി വരും. അത്ര മനോഹരമായൊരു ഗാനം മലയാളിക്ക്. ഒരുപാട് ഗാനങ്ങളുണ്ട്, പക്ഷേ ഇപ്പോഴും ഏത് മലയാളിയും ചുണ്ടിലിടയ്ക്ക് മൂളിപ്പോകുന്ന ഒരു ഗാനമാണ്. ഈ ഒരു ചവറ കൾച്ചർ സെൻ്ററിൻ്റെ ഈ തിയേറ്റർ ഈ അതുല്യ ഗായികയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി ഞാൻ വിചാരിക്കുകയാണ്. ഓരോ ആഴ്ചയും എൻ്റെ കണ്ണുകൾക്ക് അത്ഭുതങ്ങളാണ്. കാരണം 2 ആഴ്ച മുമ്പ് മോഹൻലാൽ സാർ ഇവിടെ വന്നിരുന്ന സാറിൻ്റെ സിനിമ കണ്ടു. ഓരോ ആർട്ടിസ്റ്റും ഇങ്ങോട്ട് തന്നെ വരികയാണ്. അവർ വരികയും കേരളത്തിലെ എല്ലാ സിനിമാ പ്രവർത്തകരും നാടക പ്രവർത്തകരും ഒക്കെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ചവറ കൾച്ചർ സെൻ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രൊഡ്യൂസേഴ്സ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക വിദഗ്ധരും, പ്രത്യേകിച്ച് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിത്വം, അതുപോലെ തന്നെ ഡയറക്ടർ, എല്ലാവരെയും കുറേ നാളുകൾക്ക് ശേഷം മെലഡി കേൾക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, സ്നേഹം.